എല്ലാവർക്കും നമസ്കാരം. പഴുത്ത ചക്ക കൊണ്ടുണ്ടാക്കുന്ന വളരെ ടേസ്റ്റിയായ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിനായി 1 കപ്പ് പച്ചരി 3 മണിക്കൂർ കുതിർത്തിയെടുത്തിട്ടുണ്ട്. ഇനി ആവശ്യമുള്ളത് വേവിച്ച ചക്ക, മധുരത്തിന് ആവശ്യമായ ശർക്കര, കുറച്ച് തേങ്ങാക്കൊത്ത്, അണ്ടിപ്പരിപ്പും കിസ്മിസും. തേങ്ങയും അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരി നമുക്ക് നെയ്യിൽ വറുത്തെടുക്കണം. പച്ചരിയും ചക്കയും ഒന്ന് അരച്ചെടുക്കാം. ഒരു കപ്പ് അരിക്ക് 1 കപ്പ് ചക്ക വേവിച്ചതെടുക്കാം. ചക്ക നന്നായി വേവിച്ചതായിരിക്കണം. മധുരത്തിനനുസരിച്ച് ശർക്കര ഇടാം. ഇതിലേക്കൊരു നുള്ളു ഉപ്പിടാം. ഒരു നുള്ളു ബേക്കിംഗ് സോഡയും. നന്നായി അരച്ചെടുക്കാം. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. നല്ല കട്ടിയുള്ള മാവായാണ് വേണ്ടത്. തരികളില്ലാതെ അരച്ചെടുക്കണം. മാവ് കുറച്ച് തിക്കായിരിക്കണം. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകളിടാം. അണ്ടിപ്പരിപ്പ്, മുന്തിരിയും തേങ്ങ വറുത്തതും ചേർക്കാം. കുറച്ച് ഏലക്കപ്പൊടി, കുറച്ച് എള്ള്. ഞാൻ വെളുത്ത എള്ളാണ് ചേർക്കുന്നത്. കറുത്തതും ഇടാം. കുറച്ച് കറുത്തതും ഇടാം. നന്നായി മിക്സ് ചെയ്യാം. പത്ത് മിനിറ്റ് ഇതേപോലെ റെസ്റ്റിനായി വയ്ക്കാം. അതിനുശേഷം ഫ്രൈ ചെയ്തെടുക്കാം. മാവ് ഒന്നുകൂടി കട്ടിയായിട്ടുണ്ട്. ഇതുപോലെ ആയിരിക്കണം ഈ മാവിൻ്റെ കൺസിസ്റ്റൻസി. ഇനി ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. മാവ് കുറേശ്ശെ ഒഴിക്കാം. ചെറുതായിട്ടാണെങ്കിൽ ഇനിയും കുറച്ചുകൂടി ക്രിസ്പി ആയിട്ട് കിട്ടും. ഈ മാവ് 1-2 ദിവസമെല്ലാം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാം. ചൂടോടെ ചായക്ക് ഉണ്ടാക്കാം. തിരിച്ചിടാം. ഇതുപോലെ നല്ല ഗോൾഡൻ ആകുമ്പോൾ എടുക്കാം. വളരെ രുചികരമായ ചക്കച്ചീള റെഡിയായിട്ടുണ്ട്. പഴുത്ത ചക്ക കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. ചായക്കൊപ്പം നല്ല രുചിയാണ്. അതേപോലെ തന്നെ കുട്ടികളുടെ സ്നാക്സ് ബോക്സിലേക്ക് നല്ലൊരു റെസിപ്പിയാണ്. ഉള്ളിലൊക്കെ നല്ല ലെയേഴ്സായി വന്നിട്ടുണ്ടാകും. പുറംഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റുമാണ്.